അതായത് 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും ഒപ്പം 11ാം പ്രതിക്കുമാണ് 20 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. അതായത് 1ാം പ്രതി MC അനൂപ്, കിർമാണി മനോജ് 2ാം പ്രതി, 3ാം പ്രതി കൊടിസുനി, 4ാം പ്രതി TK രജീഷ്, 5ാം പ്രതി KK മുഹമ്മദ് ഷാഫി, 6ാം പ്രതി S സിജിത്ത്, 7ാം പ്രതി K ഷിനോജ്, 8ാം പ്രതി KC രാമചന്ദ്രൻ എന്നിങ്ങനെയുള്ള ഈ 8 പേർക്കാണ് ഈ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കാണ് 20 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കേസിലെ 11ാം പ്രതിക്കും കഠിന തടവ് വിധിച്ചിട്ടുണ്ട്. ഈ KK കൃഷ്ണനും ഒപ്പം തന്നെ ജ്യോതി ബാബുവിനും ജീവപര്യന്തം എന്ന വിധിയും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ പ്രതികളൊക്കെ തന്നെ അവരുടെ സാമൂഹ്യ പശ്ചാത്തലം, അവരുടെ ആരോഗ്യനില, ഒപ്പം തന്നെ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഈ ശിക്ഷയിൽ ഇളവ് വേണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസവും വാദത്തിനിടെ കോടതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ കോടതി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ലെന്ന് കൂടി വേണം മനസ്സിലാക്കാൻ. കാരണം ജ്യോതി ബാബു പറഞ്ഞത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്, കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇപ്പോൾ ഇതാ ഈ KK കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തമാണ് കോടതി ഈ കേസിൽ വിധിച്ചിരിക്കുന്നത്. ശരി വിനീത, ഈ വധശിക്ഷ ഇല്ല എന്ന് പറയുമ്പോൾ പോലും ശക്തമായ ശിക്ഷാവിധി പ്രഖ്യാപനം തന്നെയല്ലേ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ആനുകൂല്യവും നൽകേണ്ടതില്ല, പരോൾ അടക്കം, ഇനി എന്ത് സാഹചര്യം വന്നാലും എന്നതിലുൾപ്പെടെ കർക്കശമായ നിലപാടിലേക്ക് ഹൈക്കോടതി പോയി എന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണു. അതായത് വധശിക്ഷ എന്ന് പറയുമ്പോൾ, വധശിക്ഷ ഇല്ല എന്ന് പറയുമ്പോഴും അതിൽ ഉപരി അതികഠിനമായിട്ടുള്ള ശിക്ഷാവിധി തന്നെയാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിലും പ്രതികൾക്ക് ഒരു ഇളവോ, ഈ ശിക്ഷയിൽ മേൽ ഒരു ഇളവോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഈ 20 വർഷം കഴിയാതെ ഒരു പരോളോ നൽകാൻ പാടില്ല എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികൾക്ക് ഈ ക്രിമിനൽ പശ്ചാത്തലം, ഇവർ ജയിലിൽ തുടരുമ്പോഴും പല കേസുകളിലും ഇവർ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഒരു തരത്തിലും ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാനസാന്തരമോ ഒന്നും പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ കോടതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ശിക്ഷാവിധിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. ഒപ്പം ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ കോടതി പറയുന്നുണ്ട്. ഈ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 11ാം പ്രതിക്കുമാണ് 20 വർഷം കഠിന തടവ് കോടതി വിധിച്ചിരിക്കുന്നത്. 20 വർഷം കഴിയാതെ ഇളവോ പരോളോ പാടില്ല എന്നും അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം KK കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തവും കോടതി ഈ ഘട്ടത്തിൽ വിധിച്ചിട്ടുണ്ട്. ഈ തുടക്കം മുതൽ ഈ കേസ് ഇന്ന് രാവിലെ ഇതിന്റെ വാദമൊക്കെ വന്നപ്പോഴും പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിൽ ഒരു വാക്കുതർക്കത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയും സമാന രീതിയിൽ പ്രതികൾ അവരുടെ കുടുംബ പശ്ചാത്തലം, ആരോഗ്യസ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ അറിയിക്കുകയും ഈ ശിക്ഷാവിധിയിന്മേൽ ഞങ്ങൾക്ക് ഇളവ് വേണമെന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും കോടതി മുഖവിലയ്ക്ക് പോലും എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ശിക്ഷാവിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ഈ കോടതിയിൽ നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസംഗമാണെന്ന തരത്തിൽ പോലുമുള്ള വാദങ്ങൾ ഈ വാദത്തിനിടയിൽ മറുവശത്തുള്ള അഭിഭാഷകൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വാദവും പ്രതിവാദവും ഒക്കെ നടന്നിരുന്നു. പിന്നീടാണ് ഈ കേസിന്റെ വിധി അത് 3:30 മാറ്റിയത്. ഇപ്പോൾ ഈ പ്രതികൾക്ക് വധശിക്ഷ ഇല്ല എന്ന് പറയുമ്പോഴും അതികഠിന ശിക്ഷയിലേക്ക് തന്നെയാണ് കോടതി, അങ്ങനെ ഒരു ഉത്തരവിലേക്ക് തന്നെയാണ് കോടതി എത്തിയിരിക്കുന്നത്. വേണു, ശരി, ശ്രീകാന്തും ചേരുന്നുണ്ട് വിധിയുടെ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, എന്ത് ശക്തമായ സന്ദേശമാണ് ഈ കോടതി വിധി നൽകുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ KC രാമേന്ദ്രൻ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഒരു ക്രിമിനൽ സംഘം എന്നൊക്കെ പറഞ്ഞ് CPM-ന് വാദങ്ങൾ നിരത്താമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, KC രാമേന്ദ്രനുണ്ട് ഇരട്ട ജീവപര്യന്തം, അതുകൂടാതെ ഈ പറയുന്ന KK കൃഷ്ണൻ, ജ്യോതി ബാബു, 2 പേർക്കും ജീവപര്യന്തം. 2 പേരും CPM-ന്റെ പ്രവർത്തകർ, പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർ. ഇത് എന്ത് സന്ദേശം നൽകുന്നു? ശ്രീകാന്ത് അല്പസമയത്തിനകം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരും. വിനീത തുടരുന്നുണ്ട്. വിനീത, CPM-ന് കൂടെ കിട്ടുന്ന ഒരു വലിയ ആഘാതമല്ലേ ഈ ഹൈക്കോടതിയുടെ വിധി? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണു. ഇപ്പോഴിതാ ഒരു കാര്യം കൂടി അറിയാൻ കഴിയുന്നു. 6ാം പ്രതിക്ക് ജീവപര്യന്തവും ഒപ്പം 6 മാസം തടവും കോടതി വിധിച്ചിരിക്കുന്നു. 6ാം പ്രതി സിജിത്ത് ആണ് ഈ ജീവപര്യന്തവും ഒപ്പം തന്നെ 6 മാസം തടവും കോടതി വിധിച്ചിരിക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഷ്ട്രീയ കൊലപാതകം അത് ഇത്തരത്തിലേക്കൊരു സാധാരണമാണ് എന്ന തരത്തിലൊരു ചിന്ത പലർക്കും ഇടയിലുണ്ട് എന്ന കോടതി തുടക്കത്തിലൊരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ ശിക്ഷ നൽകി അതിന് അറുതി വരുത്തേണ്ട ഒരു സമയമായിരിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് അറുതി വരുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കണം ഈ 20 വർഷം കഠിന തടവ് എന്ന വിധി ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതികൾക്ക് ഈ 20 വർഷം കഴിയാതെ ഒരു തരത്തിലും ഇവർക്ക് ഇളവോ പരോളോ പോലും അനുവദിക്കരുതെന്നും കോടതി ഇതാ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 6ാം പ്രതിക്ക് ജീവപര്യന്തം കൂടാതെ 6 മാസം തടവ് ശിക്ഷയും കോടതി വിധിച്ചിരിക്കുകയാണ്.
വിനീത, പക്ഷേ ഇപ്പോൾ ഇത്ര ശക്തമായ വിധി പറയുന്നു ഹൈക്കോടതി, ഒരു തരത്തിലുള്ള ഇളവും അനുവദിക്കരുത്, പരോളും അനുവദിക്കരുത് എന്നൊക്കെ. പക്ഷേ അപ്പോഴും പ്രതിഭാഗം എന്താണ് കണക്ക് കൂട്ടുന്നത്? മേൽക്കോടതികളെ സമീപിക്കുക. സാധാരണഗതിയിൽ ഇത്തരം പരാമർശങ്ങൾ കോടതി വിധികളിൽ ഉണ്ടാവാറില്ല, പരോൾ പോലും അനുവദിക്കരുത് എന്നതടക്കം. അപ്പോൾ മേൽക്കോടതിയിൽ ഇത് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഇത് തുറന്നിടുന്നുണ്ടോ? തീർച്ചയായും അത് അങ്ങനെ തന്നെ ആയിരിക്കും വേണു. അതൊരു സ്വാഭാവിക നടപടി കൂടിയാണ്. ഈ കേസിൽ ഇനി മറ്റ് പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോഴും കോടതിയിൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കണം ഒരുപക്ഷെ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. സ്വാഭാവികമായും ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെ ആയിരിക്കണം പ്രതിഭാഗത്തിന്റെയൊക്കെ തന്നെ ഒരു തീരുമാനം. തുടക്കം മുതൽ ഈ സുപ്രീം കോടതിയിലേക്കുള്ള ചില വിധികൾ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രതിഭാഗം കോടതിയിൽ ഈ വധശിക്ഷ നൽകരുതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഒപ്പം തന്നെ ഈ കൊലപാതകങ്ങൾ അത് ഇങ്ങനെ സാധാരണമാണെന്ന തരത്തിൽ പോലും പ്രതിഭാഗം അത്തരം ചില വാദങ്ങൾ കൂടി കോടതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രതികൾ അവർക്ക് പരമാവധി ശിക്ഷ കുറച്ചു നൽകണം, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അത്തരം വാദങ്ങളോ അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലമോ അവരുടെ ആരോഗ്യനിലയോ ഒന്നും തന്നെ മുഖവിലേക്ക് എടുക്കാതെയാണ് കോടതി ഇപ്പോൾ ഈ ഒരു കടുത്ത ശിക്ഷാവിധിയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ആ ശിക്ഷാവിധി അനുസരിച്ച് 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 11ാം പ്രതിക്കും 20 വർഷം കഠിന തടവ്, 20 വർഷം കഴിയാതെ ഇവർക്ക് ഇളവോ പരോളോ നൽകാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ് കോടതി. 6ാം പ്രതിക്ക് ജീവപര്യന്തവും ഒപ്പം തന്നെ 6 മാസം തടവും പറഞ്ഞിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണുള്ളത്. 20 വർഷം കഴിയാതെ ഇളവോ ഇതോ പരോളോ നൽകാൻ പാടില്ല എന്ന അത്തരത്തിലേക്കുള്ള ഒരു കടുത്ത നടപടി, അതായത് വധശിക്ഷ അല്ലാതെ പ്രതികൾക്ക് നൽകാൻ കഴിയുന്ന ഒരുപക്ഷെ നൽകാൻ കഴിയുന്ന ഏറ്റവും കടുത്ത ഒരു നടപടി അല്ലെങ്കിൽ പ്രതികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും കടുത്തൊരു ശിക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിൽ കോടതി വിധിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഒരുപക്ഷെ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. വേണു, വിനീത, ഈ കാര്യത്തിൽ എന്തായാലും CPM-നെ പ്രതിരോധത്തിലാക്കുന്ന കേസ് തന്നെയായിരുന്നു ഇത്. പക്ഷെ പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു എന്നത് അംഗീകരിക്കേണ്ട വസ്തുത തന്നെയല്ലേ? ശിക്ഷയുടെ ശക്തി കൂട്ടേണ്ടതാണ്, ശിക്ഷ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് എന്നതായിരുന്നല്ലോ പ്രോസിക്യൂഷന്റെ അപ്പീൽ. അതുമാത്രവുമല്ല, ആ കാര്യത്തിൽ ശക്തമായ വാദപ്രതിവാദം നടന്നുവെന്ന് നേരത്തെ വിനീത പറഞ്ഞല്ലോ. അപ്പോൾ പ്രതിഭാഗവുമായി ഒന്നും ഒത്തുകളിക്കാതെ, പ്രത്യേകിച്ചും 2 CPM-കാർ കൂടി പ്രതികളാകപ്പെടുന്ന സാഹചര്യത്തിൽ പോലും ശക്തമായി ഈ പറയുന്ന ഈ സംഘത്തിന് മുഴുവൻ പരമാവധി ശിക്ഷ കിട്ടുക എന്നതിൽ ഉറച്ചു നിൽക്കുകയാണോ ഉണ്ടായത് പ്രോസിക്യൂഷൻ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണു. കാരണം ഇന്നലെയും ഒപ്പം തന്നെ ഇന്നും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള വാദങ്ങളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് കോടതിയിൽ ഉണ്ടായത്. ഇന്ന് ഈ പ്രൊബഷണറി ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം പ്രതികൾ CPM അനുഭാവികളാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പരമാവധി ശിക്ഷ നൽകുന്നതിന്റെ സാഹചര്യങ്ങളാണ് സൂചിപ്പിക്കേണ്ടതെന്നായിരുന്നു ഈ കാര്യത്തിൽ പ്രോസിക്യൂഷനോട് ഹൈക്കോടതി ഒരു മറുപടി എന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടായത്. ഈ കേസിലെ പ്രതിയായ മുഹമ്മദ് ഷാഫിയുടെ കുടുംബത്തിന് CPM അനുഭാവികൾ മാസം 5000 രൂപ നൽകിയിരുന്നതായും ഉള്ള കാര്യവും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രൊബഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൽ ഇക്കാര്യം പരാമർശിക്കുന്നതായും പ്രതിഭാഗം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഈ ഷാഫിയുടെ അമ്മയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ഈ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ടെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കെ കൃഷ്ണനും ജ്യോതി ബാബുവും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെന്ന് ആ ഘട്ടത്തിൽ കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം എന്തുകൊണ്ടാണ് ഈ പ്രായമായിട്ടുള്ള പ്രതികൾക്ക് വധശിക്ഷ വേണമെന്ന് ആവശ്യപ്പെടുന്നതെന്നായിരുന്നു പ്രോസിക്യൂഷനോട് കോടതിയുടെ ചോദ്യമുണ്ടായിരുന്നത്. പക്ഷേ മറ്റു പ്രതികൾക്ക് നവീകരണത്തിന് സാധ്യതയില്ലേ? കാരണം അവർ പ്രായം കൊണ്ട് ചെറുപ്പമാണ്, അവർക്ക് ഏതെങ്കിലും തരത്തിൽ മാനസാന്തരപ്പെടാനോ അവർക്ക് നവീകരണത്തിനൊക്കെയുള്ള ഒരു സാധ്യതയില്ലേ എന്നും കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലാണ് പറഞ്ഞത് ഈ ജയിലിലുള്ളപ്പോഴും പ്രതികൾക്കെതിരെ മറ്റ് നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യവും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപൂർവമായ കേസുകളിൽ മാത്രമാണ് ഈ വധശിക്ഷ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമെന്നുള്ള കാര്യവും ഹൈക്കോടതി ഈ ഘട്ടത്തിൽ ആ വാദത്തിനിടയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രോസിക്യൂഷന്റെ വാദത്തിനിടെ പ്രതിഭാഗം അഭിഭാഷകന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു. അക്കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ശക്തമായിട്ടുള്ള വാദമാണ് ഇരുഭാഗത്തിൽ നിന്നും ഇന്ന് കോടതിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിൽ തർക്കത്തിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായിരുന്നത്. വായടയ്ക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകനോട് പ്രോസിക്യൂഷൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ശിക്ഷയിലിരിക്കെ പ്രതികൾ ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷന് വാദിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ അത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ കൂടി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പ്രതികൾക്ക് നവീകരണം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്നുള്ള കാര്യവും
കാര്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കെ രമയുടെ അഭിഭാഷകൻ എസ് രാജീവ് അദ്ദേഹത്തിന്റെ വാദം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ നടത്തിയത് രാഷ്ട്രീയ തരത്തിലുള്ള ഒരു പ്രസംഗം മാത്രമായിരുന്നുവെന്നാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ടി.പി. ചന്ദ്രശേഖരനുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാടക കൊലയാളികളാണ് ഈ കേസിലെ പ്രതികളെന്ന് അവർ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നിഷ്ഠൂരവും പൈശാചികവുമായ തരത്തിലാണ് ഈ കൊലപാതകം പ്രതികൾ നടത്തിയതെന്നും കോടതിയെ അറിയിച്ചിരുന്നു. ഇവർക്ക് ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഈ വധശിക്ഷ നൽകിക്കൂടെ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ വധശിക്ഷ ഇല്ല എന്ന് പറയുമ്പോഴും ഒരു പക്ഷേ വധശിക്ഷ ഒഴിവാക്കിയ ഘട്ടത്തിൽ പ്രതികൾക്ക് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ അസാധാരണമല്ല എന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ രൂക്ഷമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായത്. അതായത് ഈ രാഷ്ട്രീയ കൊലപാതകം സാധാരണയാണെന്നൊരു ചിന്തയുണ്ട് പലർക്കും. അങ്ങനെയാണെങ്കിൽ ഈ കടുത്ത ശിക്ഷ നൽകിക്കൊണ്ട് അതിന് അറുതി വരുത്തേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നും കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ അങ്ങനെ അതിന് അറുതി വരുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കണം ഈ പ്രതികൾക്ക് കഠിന തടവ് ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 11ാം പ്രതിക്കും 20 വർഷമാണ് കഠിന തടവ് നൽകിയിരിക്കുന്നത്. പ്രതികൾക്ക് ഒരു സാഹചര്യത്തിലും ഈ 20 വർഷം കഴിയാതെ ഒരു തരത്തിലും പരോളോ ഒപ്പം തന്നെ ഇളവോ നൽകാൻ പാടില്ല. ശരി, വിനിത വിജയാണ് ഹൈക്കോടതിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷയില്ല, പക്ഷേ ഇരട്ട ജീവപര്യന്തമടക്കം ശക്തമായ ശിക്ഷാ ഉയർത്തൽ വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല, വിചാരണ കോടതി വെറുതെ വിട്ട CPM-ന്റെ 2 പ്രധാനപ്പെട്ട പ്രവർത്തകരെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഗൂഢാലോചന കേസിൽ അവരുടെ പങ്കാളിത്തം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളാക്കിയിരുന്നു. അത് ആ 2 പേർക്കും ഇപ്പോൾ ജീവപര്യന്തവും വിധിച്ചിരിക്കുകയാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് കെ കൃഷ്ണനും ജ്യോതിബാബുവും എല്ലാം ചൂണ്ടിക്കാട്ടിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കോടതിയിൽ എത്താൻ പോലും കഴിയില്ല എന്ന സാഹചര്യമൊക്കെ അവർ അറിയിച്ചതാണ്. എന്നാൽ ആ 2 പേർക്കും ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ്. ഓൺലൈനിലാണ് കെ കൃഷ്ണൻ ഹാജരായത് 2 തവണയും. ആ 2 പ്രതികൾക്കും കൂടി ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സജോ, എന്ത് രാഷ്ട്രീയ പ്രതികരണമുണ്ടാക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ ഹൈക്കോടതി വിധി? വേണു, ഇത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിനു മുൻപ് പല തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ച ടി.പി. വധക്കേസ് എന്നത് നിർണായകമായൊരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയും CPIM-നെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് പങ്കൊന്നുമില്ല എന്ന് ആവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അതിൻ്റെ ഗൂഢാലോചന വശം ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്യോതിബാബുവും കെ കൃഷ്ണനും കേസിൽ ശിക്ഷിക്കപ്പെടുന്നു. ആ ശിക്ഷ അവരെ വെറുതെ വിട്ടത് റദ്ദാക്കി ശിക്ഷ ലഭിക്കുന്നു, ജീവപര്യന്തം ലഭിക്കുന്നു. ഒപ്പം ഈ കേസിലെ വാടക കൊലയാളികൾക്ക്, പ്രത്യേകിച്ച് ആദ്യ 7 പ്രതികൾ, അതിൽ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം വാടക കൊലയാളികളാണ്. അവരടക്കം ഈ കേസിൽ ശിക്ഷ വർദ്ധിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഈ കേസിൽ തടവ് ശിക്ഷ അനുഭവിക്കവേ പ്രതികൾക്ക് പരോൾ ഇനത്തിൽ ലഭ്യമായ പരോളുകളുടെ കാര്യത്തിൽ നേരത്തെയൊക്കെ നിയമസഭാ രേഖകളൊക്കെ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കപ്പെട്ടതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മറ്റൊന്ന്, അവശേഷിക്കുന്ന ഈ ഗൂഢാലോചന പാർട്ടിയോട് കൂടുതൽ അടുക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിക്ക് അക്കാര്യത്തിൽ രാഷ്ട്രീയമായ ന്യായീകരണം എളുപ്പത്തിൽ പറയാൻ കഴിയാത്ത വിധമുള്ള രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നതടക്കം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ കേസിലെ തന്നെ പരിശോധിച്ചാൽ അതിലെ പ്രധാനപ്പെട്ട പ്രതികൾ, അതായത് വാടക കൊലയാളികളാണ്. രജീഷും ഈ കൊടിസുനിയും അടക്കമുള്ളവരൊക്കെ ഈ കേസിന് വേണ്ടി മാത്രം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അസംബ്ലി ചെയ്യുകയും കൃത്യം നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ ഒളിവിൽ കഴിഞ്ഞത് കണ്ണൂർ ജില്ലയിലെ തില്ലങ്കേരി എന്ന പാർട്ടി ഗ്രാമത്തിലെ മുടക്കോഴി മലയിലാണ്. അതിനുശേഷം ജയിലിൽ ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നു. ജയിലിലെ ഫോൺ വിളി മുതൽ തുടർച്ചയായി ലഭിച്ച പരോളുകൾ വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ കേസ് അതോടൊപ്പം തന്നെ ഇതിൽ ഗൂഢാലോചന, അതായത് പി മോഹനൻ മാസ്റ്റർ വരെയുള്ളവരിലേക്ക് എത്തിയെങ്കിലും അദ്ദേഹം പിന്നീട് വിട്ടയക്കപ്പെടുന്നു. പക്ഷേ അപ്പോഴും KC രാമചന്ദ്രൻ വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കുറേ കൂടി പാർട്ടിയിലേക്ക് അടുക്കുന്നു. അതായത് ഇതിൻ്റെ ഒരു ഗൂഢാലോചന സംബന്ധിച്ചുള്ള വിമർശനം ഇനിയും അതിൽ CBI അന്വേഷണത്തിനടക്കം സാധ്യതയുണ്ടെന്ന് മുൻ ആഭ്യന്തരമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയത് നമ്മൾ കണ്ടതുമാണ്. അതായത് ഇതിൻ്റെ ഒരു വശത്ത് ഇതിൻ്റെ ഒരു ഗൂഢാലോചന കാര്യം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, രാഷ്ട്രീയമായി ഇത് CPIM-ന് എക്കാലത്തും അതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് വേട്ടയാടിയിട്ടുണ്ട് എന്നത് നിസ്തർക്കമാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് വടകരയിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നൊരു രാഷ്ട്രീയമാകാൻ വഴിയില്ല. ഇത് മാത്രമല്ല, ഈ കേസ് മാത്രമല്ല, ഇനിയിപ്പോൾ പെരിയ കേസ് അടക്കമുള്ളവയുടെ വിധി പ്രസ്താവം ഉൾപ്പെടെ വരാനിരിക്കുന്നുണ്ട്. ഈ കേസ് എല്ലാ കാലത്തും, അതായത് ഈ സംഭവം നടക്കുന്ന കാലം മുതൽ TP കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി ഉന്നയിച്ച വാദങ്ങൾ അത് ആ നിലയ്ക്ക്, അതായത് പാർട്ടിക്ക് പങ്കൊന്നുമില്ല, പങ്കുണ്ടായിരുന്ന ആളെ പുറത്താക്കി എന്നതടക്കം, അതിൽ ഈ കുഞ്ഞനന്തൻ്റെ കാര്യം അടക്കം, അതായത് കണ്ണൂരിലുള്ള നേതാവ് പിന്നീട് അങ്ങോട്ടേക്ക് ഏരിയ കമ്മിറ്റി അംഗവും മുൻ ലോക്കൽ കമ്മിറ്റി അംഗം അടക്കമുള്ള കണ്ണൂർ ജില്ലയിലെ നേതാക്കൾ
ഒപ്പം കോഴിക്കോട് നേതാക്കൾ, ഒഞ്ചിയത്തെ നേതാക്കൾ അടക്കം അതിൻ്റെ പങ്കാളിത്തം, ഈ കാര്യത്തിൽ പാർട്ടിയുടെ ഒരു പങ്ക് എന്നത് അത് വീണ്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നു. ഇനി അപ്പോൾ കൂടുതൽ നിയമപോരാട്ടത്തിൻ്റെ സാധ്യത യഥാർത്ഥത്തിൽ ഇവിടം കൊണ്ട് യഥാർത്ഥത്തിൽ തീരുന്നുമില്ല. കാരണം ഇതിൻ്റെ ശിക്ഷാവിധി ഉയർത്തുന്നു എന്നത് സ്വാഭാവികമായും ഏറെക്കാലമായി ഇത് സംബന്ധിച്ച് പ്രോസിക്യൂഷൻ്റെ ആവശ്യം എന്നതിനൊക്കെ അപ്പുറത്ത് കേരളീയ പൊതുസമൂഹം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം ഒരു ഘട്ടത്തിന് ശേഷം എവിടെ എത്തി, അതിൻ്റെ കൂടുതൽ ലെവലിലേക്ക് എത്താതെ പോയത് എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അതടക്കമുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. ഇത് ഇവിടെയും അവസാനിക്കുന്നില്ല. ആവശ്യമെങ്കിൽ അതിൻ്റെ ഈ കൂടുതൽ, അതായത് തുടരന്വേഷണ സാധ്യതകൾ പോലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് നിയമവിദഗ്ധർ തള്ളുന്നു പോലുമില്ല. അങ്ങനെ വരുമ്പോൾ CPIM-ന് ഏതായാലും വലിയ തോതിൽ രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. ഇതിൽ പ്രതികളുടെ ശിക്ഷ ഉയർത്തുന്നു എന്നത് മാത്രമല്ല, നേരിട്ട് CPIM-ന്റെ പ്രധാനപ്പെട്ട, അതായത് മുൻ ഏരിയ സെക്രട്ടറി, മുൻ ലോക്കൽ കമ്മിറ്റി അംഗം അടക്കമുള്ള കൂടുതൽ ആളുകൾ കൂടിയും പ്രതിപട്ടികയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുന്നു. കുറ്റവാളികളിൽ നിന്ന് കോടതി കണ്ടെത്തി അവർ കൂടി ശിക്ഷിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിൽ മുൻപുണ്ടായിരുന്ന പിന്നീട് ഈ കേസിന് ശേഷം മാത്രമാണ് അവർ ഈ പദവികളിൽ നിന്നൊക്കെ മാറിയത്. അതിൽ 2 ജില്ലകളിലെ നേതാക്കളുണ്ട്. കുഞ്ഞനന്തൻ, അദ്ദേഹം ഈ കേസിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി. പക്ഷേ കുഞ്ഞനന്തൻ പാനൂരിലെ ഒരു പ്രധാനപ്പെട്ട CPIM-ന്റെ നേതാവായിരുന്നു. പിന്നീട് അവിടുത്തെ ഏരിയ, ഇങ്ങനെ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിലുള്ള പാർട്ടിയുടെ താല്പര്യപ്രകാരം, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട്, അതായത് KK രമ അടക്കമുള്ളവർ ആരോപിക്കുന്നത് പോലെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്ന നേതാക്കൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ സമ്മതത്തോടു കൂടി തന്നെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലായി ആ ഘട്ടത്തിലുണ്ടായിരുന്ന കുറ്റവാളികൾ കൊട്ടേഷൻ കൈമാറുന്നു. അവർ കോഴിക്കോട് എത്തി ഒന്നിക്കുന്നു. അവർക്ക് പിന്നീട് ഒളിവിൽ താമസിക്കാൻ, അതിനുശേഷം ജയിലിൽ ലഭ്യമായ സഹായങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആരോപണം. ഒപ്പം അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി അതിൻ്റെ ഗൂഢാലോചനാ വശം അന്വേഷിക്കപ്പെടാതെ നിൽക്കുന്നു എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ. ഒപ്പം ഈ പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ ലഭ്യമാകുന്നു. അത് വീണ്ടും TP എന്ന രാഷ്ട്രീയ നേതാവ് കൊല്ലപ്പെട്ടു എന്നതിനപ്പുറത്ത് TP എന്ന നേതാവ് എല്ലാ കാലത്തും അദ്ദേഹം ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന TPയേക്കാൾ കൊല്ലപ്പെട്ട TP എത്രത്തോളം കരുത്തനാണ് എന്നത് പിന്നീട് പല തിരഞ്ഞെടുപ്പുകളിലും കണ്ടതുമാണ്. അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആദ്യം സതീദേവി തിരിച്ചടി നേരിട്ട സതീദേവിയുടെ തോൽവി മുതൽ അങ്ങോട്ടേക്കുള്ള രാഷ്ട്രീയ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. പിന്നീട് വടകരയിൽ CPM പരാജയപ്പെടുന്നത് മാത്രമല്ല, പിന്നീട് അങ്ങോട്ടേക്ക് ഒഞ്ചിയം ഉൾപ്പെടുന്ന മേഖലയിലടക്കം CPM ഏതെല്ലാം നിലയ്ക്ക് രാഷ്ട്രീയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്നതുൾപ്പെടെയാണ്. അത് ഇതിൻ്റെ ഒരു സന്ദർഭം, അതായത് ഇത്തരം ഒരു വിധി വരുന്ന, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ വലിയ തോതിൽ തന്നെ ഉയർത്തപ്പെടുന്ന ഒരു സന്ദർഭം CPM-നെ സംബന്ധിച്ച് ഒട്ടും ശുഭകരമല്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി അങ്ങോട്ടേക്ക് വിവിധ വിഷയങ്ങൾ സ്വാഭാവികമായും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിലൊന്ന് വടകര അടക്കമുള്ള സ്ഥലങ്ങളിൽ, കാരണം KK ശൈലജയെ അടക്കം രംഗത്തിറക്കി വടകരയിൽ വലിയ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്താം എന്ന നിലയ്ക്ക് CPM കണക്ക് കൂട്ടുന്നുണ്ട്. അത് പക്ഷേ വടകരയിൽ മാത്രമല്ല, മലബാറിലും സമീപ മണ്ഡലങ്ങളിലും മാത്രമല്ല, അത് കേരളത്തിലുടനീളം രാഷ്ട്രീയ ചർച്ചയും പൊളിറ്റിക്കൽ ക്യാമ്പയിനും ഒക്കെയായി മാറും. UDF അത്തരം ക്യാമ്പയിനിലേക്ക് പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഇത് കേവലമായി ആ കേസിൽ പാർട്ടിക്ക് ബന്ധമില്ലാത്ത കുറേ പേർ ശിക്ഷിക്കപ്പെടുന്നു, അവരുടെ ശിക്ഷ ഉയർത്തുന്നത് സ്വാഭാവികമെന്ന വാദവും വിശദീകരണവും നൽകാം. പലപ്പോഴും CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പിന്നീട് ഈ വിഷയത്തിന്മേൽ കോടതി നേരത്തെ KK കൃഷ്ണനെയും ജ്യോതിബാബുവിനെയും അടക്കം അവരെ വെറുതെ വിട്ടത് റദ്ദാക്കിയത് ഉൾപ്പെടെ ഈ ശിക്ഷ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കൊക്കെ കടന്നപ്പോൾ ആ കാര്യം ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം, ഹൈക്കോടതി വിധിയുടെ രാഷ്ട്രീയ പ്രാധാന്യം എന്ത് എന്നതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ഈ കോടതി വിധി വളരെ സുപ്രധാനമാണ്. ഈ പ്രതികൾക്ക് മുഴുവൻ വിചാരണ കോടതി ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിലൊക്കെ ശക്തമായ ശിക്ഷയിലേക്ക് എത്തിച്ചതിന് ഒരു പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ഹൈക്കോടതി വിധിയോട് പ്രതികരിക്കാൻ 24 പ്രതിനിധി ടോബി ജോൺസണൊപ്പം കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, എന്താണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം? വരാൻ താമസമുണ്ടോ? ടോബി ജോൺസണൊപ്പം മുൻ ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്പസമയത്തിനകം ചേരും. ഈ വിധിയെ സംബന്ധിച്ച് അദ്ദേഹം 24നോട് പ്രതികരിക്കും അല്പസമയത്തിനകം. എന്തായാലും സുപ്രധാനമായ വിധി വന്നിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന്. TP കേസിലെ പ്രതികളുടെ ശിക്ഷ ഉയർത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക്, കൊടിസുനി അടക്കമുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, അതിൽ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നിർദ്ദേശങ്ങളും ഹൈക്കോടതി വിധിന്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഇളവും ഈ ശിക്ഷാകാലത്ത് പ്രതികൾ അർഹിക്കുന്നില്ല. പരോൾ അടക്കമുള്ള ഒരാനുകൂല്യവും പ്രതികൾക്ക് നൽകിക്കൂടാ എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. എല്ലാ പ്രതികളും അനർഹമാം വിധം സർക്കാരിൻ്റെ പ്രത്യേകമായ താൽപ്പര്യപ്രകാരം എന്നുപോലും ആക്ഷേപമുണ്ടാകുന്ന തരത്തിൽ
പരോൾ ഇളവുകൾ നിരന്തരം അനുഭവിച്ചിരുന്നതാണ്. ഇതുകൂടെ പരിഗണിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വരുന്നത്. അത് സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. ടോബി ജോൺസണൊപ്പം തിരുവഞ്ചൂർ ചേരുന്നു. ടോബി, എന്താണ് തിരുവഞ്ചൂരിന്റെ പ്രതികരണം? ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി വന്നിരിക്കുകയാണ്. TP വധക്കേസിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. കൂടാതെ CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ശിക്ഷാവിധി പ്രഖ്യാപനം കൂടിയാണ് ഇത്. KC രാമചന്ദ്രന് മാത്രമാണ് രാഷ്ട്രീയ ബന്ധം, CPM ബന്ധമുണ്ടായിരുന്നത് എന്ന് പറഞ്ഞൊഴിയാൻ ഇനി CPM-ന് കഴിയില്ല. വിചാരണ കോടതി വെറുതെ വിട്ട 2 CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ കൂടി ഹൈക്കോടതിയിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തപ്പെട്ടു. ഈ കേസ് പരിഗണിച്ചപ്പോൾ അത് KK കൃഷ്ണനും ജ്യോതിബാബുവുമാണ്. ജ്യോതിബാബു ഓൺലൈനായാണ് ഹൈക്കോടതിയിൽ ഹാജരായത്. അത് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം കാരണമാണ്. ഈ ഘടകങ്ങളെല്ലാം ഹൈക്കോടതിയുടെ മുൻപാകെ പ്രതികൾ അവതരിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിലൊന്നും ഒരിളവുമില്ല. KK കൃഷ്ണനും ജ്യോതിബാബുവിനും ജീവപര്യന്തം ഹൈക്കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. മറ്റ് 8 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ്. അങ്ങനെ സുപ്രധാനമായ വിധി പ്രഖ്യാപനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. KK രമയും ആഗ്രഹിച്ചിരുന്ന വിധിയാണിത്. KK രമ രാവിലെ പ്രതികരിച്ചത് ജീവനെടുത്തവരുടെ ജീവൻ പകരമെടുക്കുക എന്ന വിധിയല്ല രമ ആഗ്രഹിക്കുന്നത് എന്നാണ്. മറിച്ച് ഒരു തരത്തിലുള്ള ഇളവും കിട്ടാത്ത വിധത്തിൽ കർക്കശമായ ശിക്ഷയാണ് പ്രതികൾ അർഹിക്കുന്നത്. അതാണ് ഹൈക്കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണ് രമ പ്രതികരിച്ചത്.